സത്യം ഗ്രഹിച്ചിട്ടും വ്യാജം വിള്ളുന്ന കൽബ് വെളുക്കാത്ത കൂട്ടരെ സയ്യിദുന നബിയോരെ ശരീനെ പരിഹസിക്കുന്ന മനുഷ്യരെ സത്യം ഗ്രഹിച്ചിട്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫൈസൽ മുസ്ലിയാർ, മുനീർ മദനി, മാത്രം അബ്ദുൽ സുല്ലമി അടക്കമുള്ള അപ്പോസ്തലന്മാരായ നേതാക്കന്മാര് നിമിഷ തയ്യാറാക്കാനിരുന്ന മൗലവി അടക്കം EKS മുസ്ലിയാരോട് സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ വരുന്ന ചിലരാണല്ലോ. അദ്ദേഹവും മുനീർ മദനിയും ഫൈസൽ മുസ്ലിയാരും എല്ലാവരും സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കണമെന്ന് എവിടെ നമ്മളെത്താറായിട്ടാണ് പ്രതിപക്ഷക്കാര്യങ്ങള് നമ്മൾ MV അബ്ദുൽ കരീം മുസ്ലിയാരുടെ ജ്യേഷ്ഠന്റെ മകൻ, SSFന്റെ പ്രവർത്തകൻ, ഒരു മരുന്ന് കച്ചവടക്കാരൻ, അതുപോലെ തന്നെ മീൻ വിൽക്കാൻ പോണോന് പീഡിയ കച്ചവടം ചെയ്യണോ, അങ്ങനത്തെ കുറച്ച് സുന്നിന്റെ സാധാരണ പ്രവർത്തകന്മാർ. മറുഭാഗത്തോ ഫൈസൽ മുസ്ലിയാർ, മുനീർ മദനി, മാത്രം അബ്ദുൽ സുല്ലമി അടക്കമുള്ള അപ്പോസ്തലന്മാരായ നേതാക്കന്മാര് ഇവരെ ചർച്ചയ്ക്കിരുന്നു. ഇൻഷാല്ലാ രംഗം ഞാൻ കാണിച്ചു കൊണ്ട് വളരെ വ്യക്തമായി ഇവിടെ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചിന്തിക്കണം. സാധാരണക്കാരായ സുന്നി പ്രവർത്തകർക്ക് മുമ്പിൽ മുജാഹിദ് സുന്നി പ്രവർത്തകർക്ക് പ്രൂഫ് കൂടിയ മറമ്പ് എപ്പോഴും നമ്മൾ കാണുന്ന പ്രവർത്തകനാണ്. അതുപോലെ സാധാരണക്കാരായ കുറച്ചാളുകൾ ഇപ്പോഴത്തെ നേതാക്കന്മാരായിട്ട് ഈ പറയപ്പെട്ട വലിയ ആളുകൾ ഇരിക്കുന്നത് അവരുടെ മുമ്പിൽ വെച്ചിട്ട് സുന്നി പ്രവർത്തകന്മാരുടെ മുമ്പിൽ വെച്ചിട്ട് നേതാക്കന്മാർ നടങ്ങാറാണെന്ന് കണ്ടോളൂ. മുസ്ലിം വ്യവസ്ഥ ചെയ്ത സമയത്ത് ജിന്നുകളോട് സഹായം തേടാൻ എന്നൊരു വാദം കണ്ടില്ലായിരുന്നു. അതാണ് പ്രൂഫ്. അത് കരീം ഉസ്താദിന്റെ ജ്യേഷ്ഠന്റെ മോൻ, ഇപ്പം പുളിയമ്പറമ്പുള്ള ആളാണ്. ഇപ്പൊ നിങ്ങൾക്ക് പറയാൻ ഒരു പേടിയുണ്ട്. ജബ്ബാർ മൗലവി എഴുതിയ ഇസ്ലാമിലും അതേപോലെ മൂപ്പര തൗഹീദിലും മറ്റ് ഇസ്ലാമിലൊക്കെ ജിന്നുകളോട് സഹായം തേടാൻ അനുവദനീയമാണ് എന്ന് തന്നെ എഴുതിയിട്ടുണ്ട്. ഈ വേറെ എവിടെയെങ്കിലും ഹറാമാണ് എന്ന് എഴുതിയിട്ടുണ്ട് എന്ന് കേട്ട് ആദ്യം തന്നെ പറയണം. അനുവദനീയമാണ്, സഹായം തേടാം എന്ന് തന്നെ അദ്ദേഹം പല സ്ഥലത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് അന്ന് എഴുതിയവർക്ക് അപൂർണമാണോ എന്ന് ചോദിക്കേണ്ട. ഇതാണ് ഫൈസൽ മൗലവി. അപ്പുറത്താണ് അബ്ദുള്ള മൗലവി. അതായത് EKS മുസ്ലിയാരോട് കൂടെ സംവാദത്തിന് വ്യവസ്ഥ തയ്യാറാക്കാൻ വേണ്ടി ഇരുന്ന ആളാണ്. അന്ന് എഴുതിയ സമയത്ത് നിങ്ങൾ ജിന്നുകളോട് ചോദിക്കാന്ന് പറഞ്ഞില്ല. ഇന്ന് ഇനി നിങ്ങൾ കുറച്ചു കഴിയുമ്പോൾ ഇനി വാദം മാറും. മരിച്ചുപോയ ജിന്നിനോട് സഹായം തേടാന്ന് നിങ്ങൾ പറഞ്ഞാൽ അങ്ങനെ പറയുമ്പോ പിന്നെ വാദത്തിന് മാറ്റം വരുത്തേണ്ടി വരും. അപ്പൊ അന്ന് എഴുതി ചർച്ച ചെയ്യാനല്ല നമ്മൾ ഇവിടെ വന്നത്. ഇന്ന് ഇപ്പൊ ആ വാദത്തിന് ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഞങ്ങൾക്ക് അതിൽ പേടിയൊന്നുമില്ല. ഇപ്പൊ തന്നെ വേണമെങ്കിൽ ഞങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു ബേജാറൊന്നും ഞങ്ങൾക്കില്ല. പക്ഷെ മരിച്ചു നിങ്ങൾ പറഞ്ഞല്ലോ, ശരിക്കും രക്ഷപ്പെടുത്താനാണ് നിങ്ങൾ ശ്രമിക്കുന്നത്. ഈ ഇപ്പോഴത്തെ തൊപ്പിട്ട ആളാണ് അബ്ദുള്ള മാസ്റ്റർ, മൊയ്തീൻ മാസ്റ്റർ. ഇവിടെ കുഴിച്ചന പരിപാടിയിൽ വിഷയം ഉദ്ഘാടനം ചെയ്യാമെന്ന മൊയ്തീൻ മാസ്റ്ററാണ് ഇപ്പുറത്തിരിക്കുന്നത്. ആ തൊപ്പിട്ട ആള്. അങ്ങനെയാണെങ്കിൽ ഔലിയാക്കളോട് സഹായം തേടുമ്പോ അവര് ചെയ്യുന്ന ചുരുക്കല്ല നിങ്ങളെ വാദപ്രകാരം ഓല് രക്ഷപ്പെടണ്ടേ? ഈ മരിച്ചുപോയ ഔലിയാക്കളോട് സഹായം തേടുമ്പോ മാത്രമാണോ ശിർക്ക് വരുന്നത്? അങ്ങനെയാണെങ്കിൽ കുഴപ്പമില്ല. ഏത് നിലക്കാണെങ്കിലും നമ്മൾ ചർച്ച ചെയ്യാൻ തയ്യാറാണ്. ഈ എഴുതിയ വാദം വെച്ചുകൊണ്ട് സംവാദത്തിന് ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ തയ്യാറാണോ? അതാണ് നിങ്ങൾ കേൾക്കേണ്ടത്. ആ നിലക്ക് തന്നെ ചർച്ച ചെയ്യാൻ നമ്മൾ തയ്യാറാണ്. എന്താ പ്രമാണങ്ങൾ എന്താ സംസാരിക്കലേ? അപ്പോ നേരത്തെ അപൂർണമാണെന്ന് പറഞ്ഞാൽ ശരിയാണല്ലേ? അതല്ല ഞങ്ങൾക്ക് അത് നാട്ടുകാരെ പഠിപ്പിക്കുന്ന പൂർണ്ണമായിട്ട് സംവാദത്തിന്റെ വ്യവസ്ഥയിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ വേണ്ടി ശ്രമിച്ചപ്പോ നിങ്ങളെ കള്ളക്കളി നടക്കൂലാതെ പറഞ്ഞ് പിടികൂടുന്ന രംഗം നേരത്തെ വന്ന കാലങ്ങള് ഖാദർഭായ് കൊണ്ടോട്ടി ഉടമക്കാരായ സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ചെയ്ത ഖാദർഭായ് അദ്ദേഹമായിരുന്നു മുജാഹിദിന്റെ മധ്യസ്ഥൻ. അദ്ദേഹം വന്നത് അവരോട് ശാന്തരാകാൻ പറയാ. സുന്നത്ത് ജമാഅത്തിന്റെ ആദർശങ്ങൾക്കെതിരെ പച്ചക്കള്ളം പറഞ്ഞാൽ ആ ആദർശത്തെ കുഴിച്ചുകൂടുന്ന വിഷയത്തിൽ ഒരിക്കലും സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകന്മാർ അടങ്ങിയിരിക്കുകയില്ല. ഇവരുടെ വാദങ്ങൾക്ക് മുമ്പിൽ, ഇവരുടെ സംസാരത്തിന് മുമ്പിൽ ഒരു വാക്കുമില്ലാൻ പോലും പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല. അപ്പൊ അപൂർണമാണ് എന്നത് പൂർണ്ണമായോ? അതല്ല നിങ്ങളുടെ പൂർവികർ തെറ്റുപറ്റിയതാണോ? അതുകൂടെ പറയണം. നിങ്ങൾ പൂർണ്ണമാണോ അല്ലേ എന്നതിന്റെ മറുപടി, അപൂർണമാണോ അല്ലേ എന്നതിന്റെ ഹലോ, ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടൽ ശിർക്കാണ് എന്ന വാദം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ അത് പൂർണ്ണം തന്നെയാണ്, അല്ലെങ്കിൽ അപൂർണം തന്നെയാണ്. ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടൽ
ഷിർക്കാണ് എന്ന വാദം നിങ്ങൾക്ക് ഇല്ല എങ്കിൽ അത് പൂർണ്ണമാവും. അല്ല എങ്കിൽ അത് അപൂർണം തന്നെയാണ്. ജീവിച്ചിരിക്കുന്നവരോട് തേടലും ഷിർക്കാണ്, മരിച്ചവരോട് തേടലും ഷിർക്കാണ് എങ്കിൽ നിങ്ങൾ എഴുതിയത് രണ്ടിനും പര്യാപ്തമല്ല. അദ്ദേഹം സഖാഫിയോ ദാരിമിയോ പൈസയൊന്നല്ല, കൊണ്ടോട്ടിയുടെ കച്ചവടക്കാർ സാധാരണ പ്രവർത്തകനാണ്. അദ്ദേഹത്തെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഒരക്ഷരം മിണ്ടാൻ കഴിഞ്ഞിട്ടില്ല. അവസാന വ്യവസ്ഥയിൽ നിന്ന് ഒരു സ്ഥലത്തൊക്കെ തടി വരാൻ ശ്രമിച്ചപ്പോ സുന്നത്യമായിട്ടുള്ള പ്രവർത്തകന്മാർ പറഞ്ഞു, എന്നാ ആയിക്കോട്ടെ, ഈ നിങ്ങൾ പറയുന്ന വ്യവസ്ഥ അനുസരിച്ച് സംവാദത്തിന് 1000 വട്ടം ഞങ്ങൾ തയ്യാറാണ്. ആരോടാ പറഞ്ഞു നോക്കാൻ നിങ്ങള്? ആടും കുട്ടികൾ ആനനെ പോയി കുത്തുക, എന്നിട്ട് ആന പിടിച്ച് മണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആലോചിച്ച് നോക്കണം. ഇങ്ങനെ പരിപാടിയിലായിക്കോട്ടെ, 1000 വട്ടം ഞങ്ങൾ തയ്യാറാണ്. എന്നിട്ട് ഒരു തയ്യാറായിട്ടില്ല. അതൊന്ന് കണ്ടോളി നിങ്ങൾ. സംവാദത്തെ പൂതി തീർക്കണം. ഞാൻ കാരണം നിങ്ങൾ മൊഹീദ്ദീൻ ശേഖരെ കാക്കണെ ബദരീകളെ എങ്ങനെ ആ രൂപത്തിലുള്ള ഇവരോട് സഹായം തേടുക. കാരണം രണ്ടുപേരും മരിച്ചുപോയവരാണ്. അവരോട് സഹായം തേടുന്നതിന് വേണ്ടി മാത്രമേ നിങ്ങൾ എഴുതിയിട്ടുള്ളൂ. ആ നിലക്ക് നോക്കുമ്പോൾ അത് അപൂർണമാണ്. ഇനി ജീവിച്ചിരിക്കുന്നവരോട് സഹായം തേടാൻ ഷിർക്കല്ല എന്ന് നിങ്ങൾ പറയണമെങ്കിൽ ഞങ്ങൾക്ക് കുഴപ്പമില്ല. എങ്ങനെയാണെങ്കിലും ഞങ്ങൾ രണ്ട് രീതിയിലും ഇപ്പൊ ഇനി മുങ്ങാൻ വേണ്ടിയിട്ട് ആരാ തീരുമാനിക്കണേക്കാൾ ഇവിടെ ഉള്ളവർക്ക് തിരിയും. ഞങ്ങൾ ഈ രൂപത്തിൽ തയ്യാറാണ്. ഇപ്പൊ രണ്ടു കൂട്ടരുടെയും വാദം എഴുതി. ഇനി അടുത്ത് പ്രമാണം എന്താ ചർച്ച അടിച്ച് അതിന് കണക്കി ഇനി വേറെ വല്ല കഥവിനെ പറഞ്ഞിട്ട് വെറുതെ തടി വരാൻ ഞങ്ങൾക്ക് മാനക്കേട് ഉണ്ടാവും. കാരണം ഞങ്ങൾ നാടന്മാർ ഇവിടെ വന്നിരിക്കുമ്പോ ഇങ്ങനത്തെ സ്വാഭാവികമായിട്ടും എല്ലാവർക്കും നനയുന്നുണ്ട് എന്നുള്ളത് ഞങ്ങൾക്ക് അറിയാം. ഞങ്ങൾ നാടന്മാർ നിങ്ങൾക്ക് മാനക്കേറുണ്ടാവും. തടി വരാൻ നിൽക്കണം. ഇവനെ മുന്നിൽ വെച്ച് ഒരു നാടൻ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് അത്യാവശ്യം ഒരു ആഴത്തുണ്ടെങ്കിൽ ആ വെല്ലുവിളി ഏറ്റെടുക്കണ്ടേ? കേട്ടി നിങ്ങൾ ബാക്കി. പിന്നെ ഇവിടെ മാന്യത്തിന്റെ ഒരു അടക്കമില്ല വർത്താനം പറഞ്ഞു. കാരണം ഞങ്ങൾ മുമ്പിലേ പറഞ്ഞു ഞങ്ങൾക്ക് ഒരു മടിയില്ലേ പറയാം. ഞങ്ങൾ പണ്ഡിതന്മാരാണെന്നുണ്ടെങ്കിൽ പറയില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചൊരു പ്രശ്നവുമില്ല. കാരണം മാന്യത ആർക്കാണെന്ന് കാണുന്നവർക്ക് തിരിയും. കാരണം ഇത്ര താടി നരച്ച് വയസ്സായിക്കാണ്ട് പറയുമ്പോ അതിന് കുറച്ചൊരു പൊള്ളലാർക്കും ഉണ്ടാവുന്നത് നല്ലതാണ്. കാരണം ഞങ്ങൾക്ക് പറയാം ഇനി ആ നിലക്ക് ചർച്ച ചെയ്യാൻ തയ്യാറാണെന്ന് പറയാൻ ഞങ്ങൾ തയ്യാറാണ്. ഇത്രയൊക്കെ താടി നേരത്തെ വയസ്സായിട്ട് നിങ്ങളെങ്കിൽ ഇരിക്കുന്നവർക്ക് ഇത് മാനക്കേട് ചെയ്യാൻ ചോദിക്കണത് പോലെ ഒരൊറ്റ ഒന്നും മുണ്ടില്ല. ഞാൻ നോക്കാൻ പൈസൽ മുസ്ലിം ഇരിക്കണ കോളം നോക്കാണിക്കണ് എന്തേലും ഇവിടെ വന്നപ്പോ ചികറു ഇവർക്ക് കേൾക്കണ്ടല്ലോ. ആ രൂപത്തിൽ തന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും സഹായാർത്ഥന നടത്തല്, അവരെ വിളിച്ചു തേടൽ ഷിർക്കാണ് നിങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു മരിച്ചവരും ജീവിച്ചിരിക്കുന്നവരോ ആയ മഹാത്മാക്കളോട് സഹായാർത്ഥന നടത്താൻ ഷിർക്കല്ല, അനുവദനീയമാണ് എന്ന് നമ്മൾ പറഞ്ഞു. ആ വാദത്തിൽ തന്നെ നിങ്ങൾ എന്ത് തന്നെ അവിടുന്ന് പറഞ്ഞാലും ഞങ്ങൾ ഒന്നും പറയണില്ല. ഞങ്ങൾ അതിന് തയ്യാറാണ്. നിങ്ങൾ എന്ത് പറഞ്ഞാലും ഇനി ചിലപ്പോൾ നിങ്ങൾ തിരിച്ചിടാൻ ഒരു ആഗ്രഹം ഉണ്ടാവും. അതുകൊണ്ട് CD ഇറക്കാൻ ഇതെല്ലാവരും CD കാണുമല്ലോ എന്നൊക്കെ നിങ്ങൾ മുൻകൂറായി ജാമ്യമെടുത്ത് പറഞ്ഞത്. അപ്പൊ CD ഇറക്കണം, സംവാദം നടക്കാതെ വല്ലപ്പുഴ സംവാദം കലക്കിയ രൂപത്തിൽ ഇതിനി ജനങ്ങളിലേക്ക് എത്തിക്കണം എന്ന ഒരു ലക്ഷ്യങ്ങൾ മനസ്സിൽ വെച്ചിട്ടാണ് പ്രസംഗിക്കണം. നിങ്ങൾ വന്നത് മുതലേ ഞങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ട് ഇനി നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഞങ്ങൾ ഉണ്ടല്ല. നിങ്ങൾ സുഖകരമാണെങ്കിൽ പ്രസംഗിച്ചോളി, ഞങ്ങൾക്ക് ഒരു കുഴപ്പമില്ല. ഞങ്ങൾ ആ രൂപത്തിൽ തന്നെ തയ്യാറാണ്. 1000 വട്ടം തയ്യാറാണ്. ഞങ്ങൾ തയ്യാറാണ്. സുബഹി വരെ തയ്യാറാണ്. നിങ്ങൾ പറയുന്ന നിയമപ്രകാരം 1000 വട്ടം ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് അന്ന് എവിടുന്ന് ഒരു മുജാഹിദിന്റെ മദ്രസയിൽ വെച്ചിട്ട് തറയിട്ടാലിലെ മുജാഹിദിന്റെ മദ്രസയിലെ ഹാളിൽ വെച്ചിട്ടാണ് പരിപാടി. ഒരേ സമയത്ത് 2 ഭാഗം ആളുകൾ ഇരിക്കുന്നു. ഞങ്ങൾ തയ്യാറാണ് എന്ന് പറഞ്ഞിട്ട് തയ്യാറായിട്ടില്ല. മാത്രമല്ല എന്നാ എങ്ങനെങ്കിലും ഇവരൊന്ന് കിട്ടട്ടെ എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മളെ കുട്ടികൾ എന്ത് ചെയ്തു? എന്നാ ഞങ്ങൾ 25 ആള്, നിങ്ങൾ 1000 ആള് വന്നോടി. നിങ്ങൾ അനുസരിച്ചാണ് ഞങ്ങളൊരു 25 ആള് മതി. നിങ്ങൾ 1000 ആള് വന്നാടി. എന്നിട്ടെങ്കിലും അത് സ്വീകരിച്ചിട്ടില്ല. കേട്ടോളി കളി. അങ്ങനെ ഞങ്ങൾ തയ്യാറാണ്. നിങ്ങൾ 100 ആണെങ്കിൽ ഞങ്ങൾ 25 ആളെ വെച്ചിട്ട് സംവാദം നടത്താൻ തയ്യാറാണ്. ഞങ്ങൾ പേടിയുണ്ടെങ്കിൽ ഞങ്ങൾ എത്തുന്നുണ്ടെങ്കിൽ വരുന്ന പേടി കൊണ്ടാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ 25 ആളായിക്കോളും. നിങ്ങൾ 100, 100, 1000 ഉണ്ടായിക്കോട്ടെ. ഞങ്ങൾക്ക് വിഷയമല്ല. അല്ല അത് പക്ഷെ അത് പിന്നെ പേടി ആർക്കാന്ന് നോക്കിയപ്പോൾ മനസ്സിലായിക്കോളില്ല. അത് നോക്കണ്ട. നമ്മള് സംഗതി നടക്കട്ടെ. ആയിക്കോട്ടെ. അപ്പൊ ചുരുക്കത്തിൽ ഒരു നിലക്കും സംവാദത്തിന് തയ്യാറാവാതെ വ്യവസ്ഥയിലെ ഏതാനും ചില വാക്കുകളിൽ കടിച്ചു തൂങ്ങി അവസാനം വ്യവസ്ഥയിൽ തീരുമാനമാകാതെ ആ സംവാദം നടക്കാതെ പിരിഞ്ഞിട്ടുണ്ട്. നമ്മുടെ പരിസരത്ത് നടന്ന സംഭവമാണ്. അവസാനം ചെയ്തു വ്യവസ്ഥയിലുള്ള ചില വിഷയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചയായി. 15 മിനിറ്റ് ചോദ്യം, 15 മിനിറ്റ് ഉത്തരം, അങ്ങനെ എവിടെയെങ്കിലും ഉണ്ടാവുമോ?
ഒരു മിനിറ്റ് ചോദിച്ചാൽ തന്നെ 15, 20, 30, 50 മിനിറ്റ് മറുപടി പറയാ. 15 മിനിറ്റും 15 മിനിറ്റ് ചോദ്യവും 15 മിനിറ്റ് ഉത്തരവും എന്നുള്ള ആളുകൾ പറഞ്ഞു. എന്നാ 14 മിനിറ്റ് ചോദ്യവും 14 മിനിറ്റ് ഉത്തരവും. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തകിടം മറിഞ്ഞ് സുന്നികളുടെ പ്രമുഖരുടെ പിടിയിൽ ഒരു നിലക്കും അമരാതെ അവസാനം ആ സംവാദം നടക്കാതെ പോയി. ആ രംഗം നിങ്ങൾ കണ്ടുകൊണ്ട് വെറുതെ നമ്മുടെ വിഷയത്തിൽ അങ്ങനെ പറയുന്നത് 15 മിനിറ്റ് ചോദ്യത്തിനും വേണം, 15 മിനിറ്റ് ഉത്തരത്തിനും വേണം. ഇതിനു മുമ്പ് മണ്ണാർക്കാട്, ഒസങ്കോടി, എടമുട്ടം, ആലുവ എന്നിങ്ങനെ പല സ്ഥലത്തും നടന്നതുപോലെ സമാധാനപരമായ അന്തരീക്ഷത്തിൽ നിയന്ത്രിത സദസ്സിന് മുന്നിൽ നിങ്ങളുടെയും ഞങ്ങളുടെയും പണ്ഡിതന്മാർ തമ്മിൽ തർക്ക വിഷയങ്ങളിൽ സംവാദം നടക്കുകയാണെങ്കിൽ അതിൽ പങ്കെടുക്കാൻ ഒരുക്കമാണെന്ന് മുമ്പ് നിങ്ങളെ ഞങ്ങൾ അറിയിച്ചത് ഒരിക്കൽ കൂടി ആവർത്തിക്കുകയും ചെയ്യുന്നു. ഇതനുസരിച്ചിട്ടാണ് ഞങ്ങൾ സംവാദത്തിന് മറുപടി കൊടുത്തത്, ഞങ്ങളിവിടെ വന്നത്. അരേഴ്ച മണിക്കൂർ 2 പാർട്ടിയും 15 മിനിറ്റ് 2 കൂട്ടർക്കും അങ്ങനെ അവസാനിക്കണ വരെ സമയം കൊടുക്കാം. അതിന് ചോദ്യം ചോദിക്കുക, അങ്ങനെ സമ്മതമല്ല, അതിന് സമ്മതമല്ല. സമ്മതമല്ലേക്കിനെ വേണ്ട. ഞങ്ങൾക്ക് അതിനാണ് സമ്മതം. അത് ഞങ്ങൾ മനസ്സിലാണ്. കാരണം എത്രയും ഞങ്ങൾ അംഗീകരിച്ചു പോകുന്നത് സംവാദം നടക്കട്ടെ എന്നുള്ള ഉദ്ദേശം. മനസ്സിലായി. ഞങ്ങൾ ഫസ്റ്റ് പറഞ്ഞ 2 മിനിറ്റ് 4 മിനിറ്റ് എന്നുള്ള ഒരു ഇളവ് ചെയ്യാൻ ഞങ്ങൾ തയ്യാറാണ്. പക്ഷെ നിങ്ങൾ പറഞ്ഞതിൽ എത്രമാത്രം ഇളവ് ചെയ്യാൻ വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഈ 15 മിനിറ്റ് വെച്ചുള്ള തയ്യാറല്ലേ നിങ്ങള്? എന്താ തയ്യാറല്ല. തയ്യാറല്ല 5 മിനിറ്റ് നിങ്ങൾ തയ്യാറല്ലേ? അല്ല, തയ്യാറല്ല. അല്ല 15 മിനിറ്റിൽ ഒറ്റ ചോദ്യം തന്നെ ചോദിക്കണമെന്നൊന്നുമില്ലല്ലോ. ഒരു 15 എനിക്ക് ചോദിക്കാം. അത് ശരി. അപ്പൊ 15 ചോദ്യം ചോദിക്കണം. ആ ചോദിച്ചു. എത്രയെങ്കിലും അവനാണ് സൗകര്യമുള്ള ചോദ്യം ചോദിക്കാം. അടുത്ത 15 മിനിറ്റിൽ അയാൾക്ക് സൗകര്യത്തിൽ ഉത്തരം പറയാം. അടുത്ത 15 വീണ്ടും പുതിയ ചോദ്യങ്ങൾ ചോദിക്കാം. മറ്റേ ആൾക്ക് പഴയ ഉത്തരം പറയാം, ബാക്കിയുണ്ടെങ്കിൽ അതും പറയാം, പുതിയ ചോദ്യത്തിന് ഉത്തരവും പറയാം. അങ്ങനെയല്ല. അപ്പൊ 15 മിനിറ്റോട് 15 ചോദ്യം ചോദിച്ചാൽ 15 മിനിറ്റോട് നിങ്ങൾ 15 മറുപടി പറയും. അതിനോട് കഴിയാൻ നോക്കിക്കോളി. അത് ചോദ്യം ചോദിക്കുന്നവരുടെ സാമർഥ്യവും ഉത്തരം പറയുന്നവരുടെ സാമർഥ്യവും ആ സാമർഥ്യമാണ് മുന്നേ 5 മിനിറ്റ് പറയുമ്പോൾ വേണ്ടത്. ആ സമയത്തിനുള്ള ഒരു ഉത്തരം പറയാനുള്ള സാമർഥ്യം, അതിനാ സാമർഥ്യം എന്ന് പറയാൻ. അത് 15 മിനിറ്റോട് പറയണമെങ്കിൽ സാമർഥ്യം. അതിനാണ് ഞാൻ ആദ്യം പറഞ്ഞത്. ഞാൻ ആദ്യം പറഞ്ഞിരിക്കുന്നു, ഈ സാമർഥ്യം നിങ്ങളെ തോൽപ്പിക്കാനല്ല എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ തോൽപ്പിക്കാൻ, നിങ്ങളെ പരാജയപ്പെടുത്താനും അല്ല ഞങ്ങളുടെ സാമർഥ്യം ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളെ തോൽക്കൽ ഞങ്ങളുടെ ഉദ്ദേശമേ അല്ല. നിങ്ങൾ എന്തായാലും തോൽക്കൂല. ഒന്നേ വരെ വല്ല വാഹനത്തിന് തോൽക്കണം. ഇനി എങ്ങനെ തോൽക്കും? തോൽക്കിട്ടില്ല, തോൽക്കുകയില്ല. തോൽക്കൂല. ഒരു മിനിറ്റ്, 2 മിനിറ്റ് 4 മിനിറ്റ് ഞാൻ പറഞ്ഞു, നിങ്ങൾ 15 പറഞ്ഞു. അതിന്റെ ഇടയിൽ ഒരു മാന്യതയ്ക്ക് എന്തെങ്കിലും നിങ്ങൾ പറയുന്ന തീരുമാനം ഞങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. അതിന്റെ ഇടയിൽ പതിനാറും ഒക്കെ 4-ന്റെ 15-ന്റെ ഇടയിൽ 14 നിങ്ങളെ തോറ്റിട്ട് ഞങ്ങൾ തോൽക്കുക, ഞങ്ങൾ തോൽപ്പിക്കൽ ഞങ്ങളെ പണിയല്ല. ഇങ്ങനത്തെ കട്ടൻ ചായ ഉണ്ടാക്കല ഞങ്ങളെ പണി. നിങ്ങൾ ആലോചിച്ച ഇല്ല, ആളല്ല. ബഹുമാനപ്പെട്ട ഹസൻ മുസ്ലിയാരുടെ സംവാദത്തിന് വ്യവസ്ഥയ്ക്ക് ഇരുന്ന മനുഷ്യനാണ് അയാള്. അയാളെ മരുന്ന് കച്ചവടക്കാരെ സുന്നി പ്രവർത്തനം മുമ്പിൽ കടന്നിങ്ങനെ വായിക്കുന്നത്. ഈ പണിക്ക് നടക്കണം, ഇപ്പണിക്ക് നടക്കണോ? അള്ളാഹുവിന്റെ ദീന് പറയാനും അള്ളാഹുവിന്റെ ഹദീസ് ഖുർആൻ പറയാനും സുന്നത്ത് പറയാനും സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരുണ്ട്. ഇവിടെ മൈക്ക കിട്ടിയാല് ഭയങ്കര ഒറ്റലി എന്തെങ്കിലും ഒന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഇത് കേൾക്കുന്ന ആളുകളുണ്ട്, ഇതൊക്കെ മനസ്സിലാക്കുന്ന ആളുകളുണ്ട്. ആ ഒരു സാമാന്യ ഒരു ബുദ്ധിയെങ്കിലും ചിന്തയെങ്കിലും നിങ്ങൾക്കുണ്ടാകണമെന്നാണ് സ്നേഹബുദ്ധിയ ഈ സമയത്ത് നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്.